ഹായ് ഫ്രണ്ട്സ്, ബീൻസ് ഹോം ആൻഡ് ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. മധുരപ്രേമികൾക്കായി ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി, രുചിയിലും മണത്തിലും മനസ്സ് കീഴടക്കുന്ന തേങ്ങ അലുവ. ഒരു നമുക്ക് തയ്യാറാക്കാം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു തേങ്ങ കൊണ്ടൊരു അലുവയാണ്. അതിനായിട്ട് ഞാൻ ഒരു തേങ്ങ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചിരണ്ടി എടുത്താൽ മതി. ഞാനിപ്പോൾ പീസാക്കിയത് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ആക്കിയെന്നേ ഉള്ളൂ. തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ലതായിട്ട് അരയ്ക്കണം. അരയ്ക്കാനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. അതിൻ്റെ അകത്തോട്ട് ഒരു 5-6 ഏലക്ക ഇടുകയാണ്. ഒരു 2 സ്പൂണ് അരിപ്പൊടിക്ക് പകരം കോൺഫ്ലവർ ഇടുക. ഇതിൻ്റെ കൂടെ ഇട്ട് അരച്ചെടുക്കുക. നമ്മൾ നല്ലതായിട്ട് അരച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ശർക്കര എടുക്കാമേ. ഇത് ആദ്യം ഞാൻ ഉരുക്കിയിട്ട് അരിച്ചെടുത്തതാണ്. നല്ലതായിട്ട് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തിലോട്ട് ഇത് കട്ടിയാകുമൊന്നും വേണ്ട, വെള്ളം ഒഴിച്ച് ഉരുക്കിയാൽ മാത്രം മതി. അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഇട്ട് കൊടുക്കാം. തേങ്ങ നമ്മൾ ശർക്കരയ്ക്കകത്തോട്ട് ഇട്ടേ, എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. വെള്ളം വറ്റി വരുന്നുണ്ട്. വരുന്നതിനനുസരിച്ച് ഇങ്ങനെ കൊമ്മള പോലെ തെറിച്ച് വരിക. നീളമുള്ള ചട്ടകം കൊണ്ട് വേണം, അല്ലെ തവി കൊണ്ട് ഇളക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ തെറിക്കും. ഒരു ടേസ്റ്റിന് മാത്രം നെയ്യിടുന്നതേ ഉള്ളൂ. നെയ്യ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതിന് തേങ്ങയെന്ന് എണ്ണ ഇങ്ങോട്ട് ഇറങ്ങി വരും. കളറ് മാറി വരുന്നുണ്ട്. വെള്ളം വറ്റുന്നതിനനുസരിച്ച് കളറ് മാറി വരുന്നുണ്ട്. ആയി വരുന്നുണ്ട്. ശകലം കൂടെ വെക്കണം. ചീനച്ചട്ടിയിൽ നിന്ന് വിട്ട് വരുമ്പോൾ നമുക്കൊരു പ്ലേറ്റിലെടുത്ത് സെറ്റ് ചെയ്യാം. ഇപ്പോഴും വേണമെങ്കിൽ ഇതിനകത്ത് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. വെള്ള എള്ളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ചീനച്ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇച്ചിരി നെയ്യ് പുരട്ടിയിട്ട് അതിനകത്തോട്ട് കോരി വെക്കാം. സ്റ്റീൽ പ്ലേറ്റിനകത്ത് സ്പൂൺ വെച്ചിട്ട് ചെയ്തിട്ട് സ്പൂണിലെല്ലാം പറ്റും. ഞാനൊരു വാഴയില വെച്ചിട്ട് ചെയ്തു. അപ്പോൾ നല്ല ക്ലിയറായിട്ട് കിട്ടി, നല്ല ഷേപ്പിന് കിട്ടി. വാഴയിലയിൽ ഒരു ശകലം നെയ്യ് തൂത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. നല്ല ഷേപ്പിന് കിട്ടും. നമ്മുടെ തേങ്ങ അലുവ റെഡിയായി. നല്ല ടേസ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകും. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ഒരു മുറി തേങ്ങ വെച്ച് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ ഒരു തേങ്ങ എടുത്തു. ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കൂ. അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.